6:12. എഫെസ്യസ് 6:12. എന്തെന്നാൽ നമ്മൾ മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല, പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര ലോകത്തിന്റെ അധിപന്മാർക്കും സ്വർഗീയ ഇടങ്ങളിൽ വർത്തിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കും എതിരായിട്ടാണ് പടവെട്ടുന്നത്. അപ്പൊ ഈ സത്യത്തിന്റെ ഹൃദയവും സ്വർഗീയ ഇടങ്ങളുടെ ദുരാത്മാവും ചേർത്ത് വായിക്കേണ്ട വചനങ്ങളാണ്. നമ്മൾ സ്വർഗീയമായ സ്നേഹത്തിൻ്റെ ദൈവികമായ കാര്യമാണെന്ന് പറയുമ്പോഴും അതിൻ്റെ പിന്നിലുള്ള അടിയൊഴുക്ക് ദുരാത്മാവിൻ്റെതായിരിക്കും. കാര്യം ഉദ്ദേശം എന്താണെന്നുള്ളതാണ് പ്രശ്നം. ഒരു വിഷയത്തിൻ്റെ ഇൻറ്റൻഷൻസ് ആണ് പ്രോബ്ലം. എന്ത് ചെയ്യുന്നു എന്നല്ല പ്രശ്നം. വാട്ട് സ്പിരിറ്റ് ലീഡ്സ് യു. നീ ചിലപ്പോൾ ഭയങ്കര തങ്കപ്പെട്ട വർത്തമാനവും വലിയ നല്ല കാര്യമാണ് ചെയ്യണത്, പക്ഷേ അതിൻ്റെ ഇൻറ്റൻഷൻ മോശമാണെങ്കിൽ ഈ സ്വർഗീയ ഇടത്തിലെ ദുരാത്മാവായിട്ടത് വർക്കൗട്ട് ചെയ്യും. ഉടമ്പടി നിയോഗങ്ങൾക്കുണ്ടാകുന്നൊരു കുഴപ്പം അതാണ്. ഈ നിയോഗങ്ങളൊക്കെ എഴുതി വെക്കുമ്പോഴും ഇൻറ്റൻഷൻ എന്നുവെച്ചാൽ അതിൻ്റെ അത് ഉള്ളിലുള്ള നിയോഗങ്ങൾക്കുള്ളിലെ നിയോഗങ്ങളാണ് ഇൻറ്റൻഷൻ, ഇന്നർ ഇൻറ്റൻഷൻസ്. അതായത് നിയോഗങ്ങൾക്കുള്ളിലെ നിയോഗങ്ങൾ അത് മറ്റുള്ളവർക്ക് മിക്കവാറും പാരിയിരിക്കും. അത് മറ്റുള്ളവർക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളത് പേറ്റി കളയണം. കാറ്റത്ത് പിടിക്കേണ്ടി വരും. നമ്മൾ പണ്ട് കാറ്റത്ത് പിടിക്കത്തില്ലായിരുന്നു അല്ലേ? എന്താണ് ഈ കാറ്റ് വരുമ്പോൾ തൂറ്റണമെന്നൊക്കെ പറയത്തില്ലേ? കാറ്റ് വരുമ്പോൾ കാറ്റത്ത് പിടിക്കും. നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ കാറ്റിലാണ് നമ്മുടെ നിയോഗങ്ങൾ ഇങ്ങനെ പിടിക്കേണ്ടത്. അപ്പോൾ എന്ത് പറ്റും? പതിര് പറന്നു പോകും, കതിര് താഴെ വീഴും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദുരാത്മാവില്ലാത്ത വിഷയങ്ങൾ, ദുരാത്മാവില്ലാത്ത ഇൻറ്റൻഷൻസിൻ്റെ വരുന്നത്. നിങ്ങൾ 6 ഇൻറ്റൻഷൻസ് എഴുതി വെക്കുമ്പോഴേ എൻ്റെ അഭിപ്രായത്തിൽ നല്ല ഇൻറ്റൻഷൻ 2 കഴിഞ്ഞാൽ പിന്നെ എഴുതാനില്ലെങ്കിൽ എഴുതാൻ വേണ്ടി വെക്കരുത്. അതെല്ലാം ദൈവത്തിൻ്റെ കോളമായിട്ടിട്ടേക്കണം. പരിശുദ്ധാത്മാവ് എന്ന് എഴുതിയിട്ടേക്കണം. എന്താ കാര്യം? അപ്പം ദൈവത്തിനറിയാം നമുക്ക് എന്താണ് ആവശ്യമെന്നുള്ള അറിയാം. അല്ലെങ്കിൽ ഇപ്പോൾ അവിടെ ദുരാത്മാവ് കയറി പിടിക്കും. പരിശുദ്ധാത്മാവ് നമ്മൾ എഴുതിയില്ലെങ്കിൽ ദുരാത്മാവ് കയറി പിടിക്കുക. അവിടെ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ആ കോളം ഒഴിച്ചിടരുത്. ഒരു കാര്യത്തിനുള്ള പ്രശ്നം വെച്ചാൽ ഇപ്പോൾ ഒരു കോളം ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ 2 ഓപ്ഷനേ ഉള്ളൂ. ഒന്നെങ്കിൽ പരിശുദ്ധാത്മാവ്, ഒരു ഓപ്ഷനേ ഉള്ളൂ പരിശുദ്ധാത്മാവ്, ബ്ലാങ്ക് ഇല്ല. അതാണ് ഈശോ പറഞ്ഞത്, നിങ്ങൾ ഒരു ആളിൽ നിന്ന് പിശാചിനെ ഒഴിപ്പിച്ച് കഴിഞ്ഞാൽ അത് വിജനമായ സ്ഥലത്തേക്ക് കറങ്ങി നടക്കും. പിന്നെ തിരിച്ചു വന്ന് ഇവിടെ നോക്കുമ്പോൾ ഇത് ഒഴിഞ്ഞു കിടക്കുകയാണെങ്കിൽ അവൻ തിരിച്ചതിൻ്റെ അകത്ത് കയറി വരും. തിരിച്ചു തന്നെക്കാൾ ദുഷ്ടരായ 7 ആത്മാക്കൾ. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ നന്ദി, നന്ദി, നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ലൂക്ക 11:24 മുതൽ 26 വരെയുള്ള തിരുവചനങ്ങൾ. അശുദ്ധാത്മാവ് ഒരുവനെ വിട്ടുപോയാൽ വരണ്ട സ്ഥലങ്ങളിലൂടെ ആശ്വാസം തേടി അലഞ്ഞു നടക്കും. കണ്ടെത്താതെ വരുമ്പോൾ അവൻ പറയുന്നു, ഇറങ്ങിപ്പോന്ന ഭവനത്തിലേക്ക് തന്നെ ഞാൻ തിരിച്ചു ചെല്ലും. തിരിച്ചു വരുമ്പോൾ ആ വീട് അടിച്ചുവാരി സജ്ജീകരിക്കപ്പെട്ടതായി കാണുന്നു. അപ്പോൾ അവൻ പോയി തന്നേക്കാൾ ദുഷ്ടരായ മറ്റ് 7 അശുദ്ധാത്മാക്കളെ കൂടി കൊണ്ടുവന്ന് അവിടെ പ്രവേശിച്ച് വാസമുറപ്പിക്കുന്നു. നമ്മളിപ്പോൾ അടിച്ചു വാരി തൂത്തെന്നൊക്കെ പറയത്തില്ലേ? അടിച്ചത് വാരി തൂത്ത് തിന്മകളെല്ലാം. ഇപ്പോൾ കുമ്പസാരം തന്നെ നിങ്ങൾ മനസ്സാ പ്രായശ്ചിത്തം ചൊല്ലി 3 പ്രായശ്ചിത്തമായിട്ട് ഞങ്ങൾ പ്രായശ്ചിത്തമായിട്ട് തരുന്ന പ്രായശ്ചിത്തങ്ങൾ 5 സ്വർഗ്ഗസ്ഥ 5 നന്മ പറഞ്ഞോരും കഴിഞ്ഞ് കുമ്പസാരം കഴിയുമ്പോൾ എന്താ ശരിക്കും സംഭവിക്കണത്? പാത്രം കഴുകി വെടിപ്പാക്കുന്നേ ഉള്ളൂ. അത്രേ ഉള്ളൂ. അതിൻ്റെ അകത്ത് പാത്രം കഴുകി വെടിപ്പാക്കി. ആ സ്പേസ് അവിടെ കിടക്കുകയാണ്. നമ്മൾ സൂക്ഷിച്ചില്ല എന്നുണ്ടെങ്കിൽ കൺഫെഷന് അതിൽ തന്നെ ഒരു പ്രതിരോധ ശക്തിയുണ്ട്. പക്ഷേ ഇറ്റ് ഈസ് ലെഫ്റ്റ് ടു അവർ ഇൻറ്റൻഷൻ. നമ്മളെ ശ്രദ്ധ പോലെ ഇരിക്കും. കൺഫെഷന് അതിൽ തന്നെ ഒരു ആധ്യാത്മിക പ്രതിരോധ ശക്തി ഉണ്ട്. പക്ഷെ നമ്മളത് ശ്രദ്ധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ പാത്രം കഴുകി വെക്കണത് എന്തിനാ? കാണാൻ വേണ്ടിയാണ്. കാണാൻ വേണ്ടി കഴുകി വെക്കണവരുണ്ട്. പാത്രം കഴുകി വെക്കണത് എന്തിനാ? ഭക്ഷണം കഴിക്കാനാണ്, ഉറപ്പല്ലേ? ഇപ്പോൾ കുമ്പസാരിക്കണത് എന്തിനാണ്? പുണ്യത്തിൽ പുരോഗമിക്കാനാണ്, ഉറപ്പല്ലേ? കർത്താവിന് വേണ്ടി അധ്വാനിക്കാൻ. അവിടെ എല്ലാം സ്പേസ് എല്ലാം പരിശുദ്ധാത്മാവിൻ്റെ ആണ്.
നമ്മുടെ ആധ്യാത്മികതയിൽ നമുക്ക് വരുന്നൊരു പ്രശ്നമെന്ന് പറയണത്, നമുക്ക് രണ്ട് ഓപ്ഷനില്ല. പരിശുദ്ധാത്മാവ് ഇല്ല എന്നുണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവ് ഇല്ലാത്തൊരവസ്ഥ, ഇപ്പോൾ ഇന്ത്യൻ ഫിലോസഫിയിലൊക്കെ തൂരിയ സ്റ്റേജ് ഉണ്ട്. ടാബ്ല റാസ എന്ന് ഗ്രീക്കിൽ പറയുന്ന പോലെ ഇന്ത്യയിലെ തൂരിയ സ്റ്റേജ്. ഇപ്പോൾ ഒരു എന്താണ്, ഒരു നോൺ ആബ്സെൻറ്റ് പ്ലേസ്, നിർവ്വാണത്തിൻ്റെ തന്നെ ഒരു ഘട്ടമാണത് തൂരിയ സ്റ്റേജ്. പക്ഷേ അതുപോലെ സ്റ്റാൻഡ്സ് ഈ ക്രിസ്ത്യൻ ഫിലോസഫിയിലില്ല, ക്രിസ്ത്യൻ തിയോളജിയിലില്ല. എന്താ കാര്യത്തിൽ, നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ അടുത്ത എന്താണ്, അത് വെയ്ക്കൻ്റാണ്. വെയ്ക്കൻ്റ് ആകത്തിലൊരിക്കലും. ആരാണ് വെയ്ക്കൻ്റ് ആകത്ത്? പിന്നെന്ത് ചെയ്യും? നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അതിനേക്കാൾ ദുരാത്മാക്കൾ പിന്നെ വന്ന് ഇതിൻ്റെ അകത്ത് കയറും. അപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടത്? പരിശുദ്ധാത്മാവിനെ തന്നെ ഇൻറ്റൻഷൻ വെക്കണം. അച്ഛൻ പറഞ്ഞ മനസ്സിലായ? പരിശുദ്ധാത്മാവിനെ തന്നെ നിയോഗം വെക്കണം. ഇപ്പം നിയോഗം ഇല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ, രണ്ട് നിയോഗം, എനിക്ക് നിയോഗം ഇല്ല എന്നുണ്ടെങ്കിൽ ബാക്കിയെല്ലാം നിയോഗം ഇല്ല എന്നല്ല, പിന്നെ വല്ലതൊക്കെ എഴുതി വെക്കുകയല്ല ചെയ്യേണ്ടത്. മറിച്ച് പരിശുദ്ധാത്മാവിനെ നിറയ്ക്കണമേ എന്ന് എഴുതി വെക്കണം. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളാൽ നിറയ്ക്കണമേ, പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളാൽ നിറയ്ക്കണമേ, ക്രിസ്തുവിൻ്റെ ദൗത്യമനുസരിച്ച് ജീവിക്കാൻ എന്നെ സഹായിക്കണം. എന്തെല്ലാം എഴുതി വെക്കാൻ പറ്റും? നിങ്ങളതിൻ്റെ അകത്ത് മുഴുവനും ഇത് നിങ്ങളുടെ ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ആൾക്കാരെ കാണുമ്പോൾ അവർ പറയും, അച്ഛാ മകൾക്ക് അവിടെ ഇത് PR കിട്ടണം അച്ഛാ എന്ന് പറയും. അപ്പോൾ PR കിട്ടണം, പിന്നെ ഭർത്താവിന് കുറച്ച് രോഗവും സ്മോളിഡിയൊക്കെ ഉണ്ട് അച്ഛാ എന്നൊക്കെ പറയും. അപ്പോൾ അതിനൊന്നിട്ട് പ്രാർത്ഥിക്കണം എന്ന് പറയും. പിന്നെയും സമയം കിടക്കുമ്പോൾ ഇവർ ഉടനെ പറയും, അച്ഛാ എൻ്റെ അയൽവാസിക്ക് അങ്ങനെയാണ് ഇങ്ങനെയാണ്. അപ്പോൾ നിർത്ത്, അത് അവരുടെ കാര്യമില്ല, വണ്ടി വിട്ടേക്കാൻ പറയും. അപ്പോൾ എന്തെങ്കിലും ഒരു അവിടെ ഇല്ലെന്നുണ്ടെങ്കിൽ പിന്നെ വയ്യാവേരികളെല്ലാം കൂടി പറഞ്ഞു വെച്ച് ആദ്യം പറഞ്ഞ് ഡയല്യൂട്ടാക്കി കളയും. അത് ദുരാത്മാവിൻ്റെ ഒരു പ്രവർത്തനമാണ്. മറ്റുള്ളവരുടെ കാര്യം പറയണമെന്നില്ല. അങ്ങനെ അത്രയും സീരിയസ് ആണെങ്കിൽ അതായിരിക്കണം നിങ്ങൾ ആദ്യം പറയേണ്ടിയിരുന്നത്. നിങ്ങൾക്കൊന്നും പറയാനില്ലാഞ്ഞ കാരണം എന്നാൽ മറ്റുള്ളവരുടെ കൂടെ ഈ വണ്ടി ആയാലും പോകുന്നുണ്ടല്ലോ, അയാളെ കൂടി കയറിയിരിക്കട്ടെ. വണ്ടി ആയാലും ആലപ്പുഴക്ക് പോകുന്നുണ്ടല്ലോ, നാത്തും കൂടി കയറിയിരിക്കട്ടെ എന്ന് പറഞ്ഞ പോലെ നാട്ടുകാരുടെ പ്രശ്നം കൂടി പറഞ്ഞു വെപ്പിക്കും. അപ്പോൾ അതെല്ലാം ഫാൾസായി പോകും. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പരിശുദ്ധാത്മാവിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് വേണം ഇത് ഡിസൈൻ ചെയ്യുക. അപ്പോൾ ദൈവത്തിന് തോന്നും ദൈവത്തിനാണ് പ്രാധാന്യമെന്ന്. ദൈവത്തിന് തോന്നും. അതാണ് ഈ പുതുക്കാൻ വരുമ്പോൾ, ആദ്യകാലങ്ങളിൽ ഞാനിങ്ങനൊന്നും പറയത്തില്ലായിരുന്നു. എനിക്കറിയാമായിരുന്നു ഇത് തന്നെയാണ്, ഇതിലേക്കാണ് ദൈവം കൊണ്ടുപോകണമെന്ന് അറിയാമായിരുന്നു. പക്ഷേ നിങ്ങളെ ഫ്രഷ് ഹാൻഡ്സ് അല്ലേ, ഫ്രഷ് ഹാൻഡ്സിനോട് ആദ്യം പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പറഞ്ഞാലൊന്നും അവരുടെ പ്രശ്നം, അവർ തീ നിൽക്കണമല്ലോ. തീ നിൽക്കുന്നവരോട് തീ കെടുത്താനുള്ള മാർഗ്ഗമാണ് പറഞ്ഞു കൊടുക്കേണ്ടത് ആദ്യം. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഷോജു എന്നൊക്കെ പറഞ്ഞില്ലേ നേരത്തെ, ഇടക്കിട്ട് പോയായിരുന്നു ഷോജു വത്സല. അപ്പോൾ ഞാൻ കൗൺസിലിങ്ങിന് മുമ്പ് അവരോട് പറയും, നമുക്ക് കുറച്ച് നേരം പ്രാർത്ഥിക്കാമെന്ന് പറയും. പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞാൽ ഞങ്ങളെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങളുടെ സ്റ്റാറ്റസ് എന്താണെന്ന് നോക്കട്ടെ, കർത്താവ് എന്നാ പറയണമെന്ന് കേൾക്കാമല്ലോ, നിങ്ങളതിൻ്റെ ഒരു നമ്പർ പറയാൻ പറയും. അപ്പോൾ ഷോജു ഒരു 8 പറഞ്ഞു, വത്സല ഒരു 7 പറഞ്ഞു. പിന്നെ ഞാൻ ഒരു സുവിശേഷത്തിൻ്റെ പേര് പറയാൻ പറയും. അപ്പോൾ ഒരു ലൂക്ക എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി, ലൂക്ക 8-ാം അധ്യായം 7-ാം വാക്യമാണ് ഇപ്പോൾ ധ്യാനത്തിൻ്റെ 2-ാം ദിവസത്തെ സ്റ്റാറ്റസ്. 2-ാം ദിവസം 3-ാം ദിവസത്തെ 3-ാം ദിവസം ധ്യാനം എവിടെ നിൽക്കുന്നത്? എന്തുണ്ട്? മീറ്റർ റീഡിംഗ് ആണ്. എൻ്റെ മീറ്റർ റീഡിംഗ് ആണ്. എന്താണ്? ലൂക്ക 8:7. നിങ്ങൾക്ക് ഇത് സിമ്പിളാണ്. നിങ്ങൾ ദൈവത്തിനെ വിട്ട് നിൽക്കാത്തവരാണ്, ഇപ്പോൾ ഫങ്ഷനിലായിട്ട് വന്നതല്ല, ദൈവത്തിനെ വിട്ട് നിൽക്കാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും വചനത്തിലൂടെ നിങ്ങൾ സംസാരിക്കും, സ്വപ്നത്തിലൂടെ സംസാരിക്കും. ആ അച്ഛൻ്റെ കാര്യം പറഞ്ഞു, ആൻ്റണി ഒക്കാം അച്ഛൻ, ജർമ്മൻ. അങ്ങയുടെ പ്രശ്നം എന്താണെന്നറിയോ? അപ്പം അങ്ങേര് ഇങ്ങനെ പെട്ടുപോയി, ആ പ്രോജക്റ്റ് ക്യാൻസലാകാൻ പോകണമെന്ന് പറഞ്ഞപ്പോൾ ഈ സിസ്റ്ററിനോട് പറഞ്ഞില്ലേ, സിസ്റ്റർ എന്താ ചെയ്യണമെന്ന് പറഞ്ഞില്ലേ? അപ്പോൾ സിസ്റ്റർ എന്താ പറഞ്ഞത്? അച്ഛൻ പോയി ഉടമ്പടി എടുക്കാൻ പറഞ്ഞില്ലേ? ഉടമ്പടി എടുത്തു കഴിഞ്ഞിട്ട് ആ ദിവസം സിസ്റ്റർ ഒരു സ്വപ്നം കണ്ട്. സിസ്റ്റർ ഈ അച്ഛൻ്റെ മേടെ പോയിട്ടില്ല, അച്ഛൻ്റെ മുറികൾ കണ്ടിട്ടില്ല. പക്ഷേ സ്വപ്നത്തിൽ അമ്മ ഈ അച്ഛൻ്റെ മുറികളെല്ലാം കാണിച്ച്, അച്ഛൻ്റെ മേടകളെല്ലാം കാണിച്ച ശേഷം ഓരോ ഭൂമുഖത്തു നിന്ന് കയറി പ്രാർത്ഥനാ മുറിയിൽ നിന്ന് മറ്റു മുറികൾ സ്റ്റഡി റൂമിലേക്കും ഡ്രോയിങ് റൂമിലേക്കും പോയിട്ട് അച്ഛൻ ഇരിക്കുന്ന സ്ഥലത്ത് ചെന്നിട്ട് മാതാവ് അച്ഛൻ്റെ തലയിൽ കൈവച്ച്. പിറ്റേ ദിവസം വെളുപ്പിന് സിസ്റ്റർ സ്വപ്നം കഴിഞ്ഞപ്പോൾ സിസ്റ്റർ അച്ഛനെ വിളിച്ച് പറഞ്ഞു, ഇനിയൊരു പ്രശ്നമില്ല, അമ്മ അച്ഛൻ്റെ കാര്യത്തിൽ ഇടപെട്ടു, ഇതല്ലേ അച്ഛൻ്റെ വീട്, ഈ മുറിയിൽ ഇന്ന സാധനങ്ങളില്ലേ, അടുത്ത മുറിയിൽ ഇന്ന സാധനങ്ങളില്ലേ,
അതിലെ കൂടി മാതാവ് കടന്നിട്ടുണ്ട്, അച്ഛൻ ഇരിക്കുന്ന സ്ഥലം ഇന്നതല്ലേ, അവിടെ വന്ന് അമ്മ അച്ഛൻ്റെ തലയിൽ കൈവച്ചിട്ടുണ്ട്, ഇനി അമ്മ ഏറ്റെടുത്തോളൂ എന്ന് പറഞ്ഞു. അമ്മ ഏറ്റെടുത്തോളൂ എന്ന് പറഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞില്ല. ആക്കുമ്പോൾ ഓഫീസിൽ നിന്ന് ഇവരുടെ പ്രോജക്റ്റ് ഓഫീസിൽ വിളിച്ചു, ഫാദർ ഞങ്ങളെ കാണാം. നേരത്തെ ഇങ്ങനെ പ്രോജക്റ്റ് ഓഫീസ് കേസിലിരിക്കുകയല്ലേ, ചിലപ്പോൾ അകത്ത് പോവും, ജയിലിൽ പോവും, അതുകൊണ്ട് ഇവർ ഒരു കൗൺസിലിങ്ങിന് പോലും ടൈം കൊടുത്തില്ലായിരുന്നു. ഇപ്പോൾ അവർ പറയണേ, നിങ്ങൾ വന്ന് ഞങ്ങളെ കാണുക, നിങ്ങൾക്കെതിരെയുള്ള ആരോപണം നിലനിൽക്കണില്ലെന്ന്. അങ്ങനെ ഒരു ആരോപണം ഇല്ലെന്ന്. ഇപ്പോൾ പെട്ടെന്നല്ലേ മാറണത്. അപ്പോൾ അച്ഛൻ അതുകൊണ്ട് പറഞ്ഞത് എന്താ അറിയാമോ, ഞാൻ വിചാരിച്ചത് എൻ്റെ പട്ടമാണ് ഏറ്റവും വലിയ ഉടമ്പടി എന്ന്. പക്ഷേ പരിശുദ്ധ അമ്മയുടെ ഉടമ്പടി നമുക്ക് പറഞ്ഞുറപ്പിക്കാൻ പറ്റാത്ത അച്ഛൻ്റെ സാക്ഷ്യങ്ങൾ കേൾക്കണം. കാര്യത്തെ ഒരു ജീവിത പ്രശ്നം ഉണ്ടായാൽ അച്ഛനാണെങ്കിലും ശരി, ആരാണെങ്കിലും ശരി, അമ്മ മാത്രമേ അഭയമുള്ളൂ. കൈയടിച്ച് സ്തുതിക്കട്ടെ. അങ്ങയുടെ അഭിഷിക്തരിലൂടെ ഉടമ്പടിയുടെ ശക്തി ലോകത്തിന് വെളിപ്പെടുത്തുന്നതിന് ഞങ്ങൾ നന്ദി പറയുന്നു. കൃപാസനത്തിൻ്റെ അമ്മേ, പ്രസാദം പരമാവതാരേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ ഇതെന്താ വെച്ചാൽ സിസ്റ്ററിനുണ്ടായിട്ടുള്ള ദർശനങ്ങളിലൂടെയാണ് ഈ സത്യം വെളിപ്പെട്ട് വരണത്. അതുകൊണ്ട് തന്നെയാണ് ഉടമ്പടിയുടെ ഒരു ടൈം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉടമ്പടി സത്യസന്ധരാണെന്നും ദൈവത്തോട് അടുപ്പമുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ദൈവം നമ്മളെ ദർശനങ്ങൾ കൊണ്ടും സ്വപ്നങ്ങൾ കൊണ്ടും ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മളെ അറിയിച്ചുകൊണ്ടിരിക്കും. ഉടമ്പടിയാണ് സാന്നിധ്യത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ഉപാധിയല്ല, ഏറ്റവും വലിയൊരു സോഴ്സ് എന്ന് പറയണത് ഉടമ്പടിയാണ്. ഉടമ്പടിയിലൂടെയാണ് സാന്നിധ്യം, മറ്റെല്ലാ പ്രാർത്ഥനയെക്കാളും മനുഷ്യനെ സാന്നിധ്യം മനസ്സിലാക്കുന്നത്, ദൈവത്തിൻ്റെ സാന്നിധ്യം മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉടമ്പടിയുടെ സാധ്യത ഭയങ്കരമായ വലിയ സാധ്യതകളാണ്. നിങ്ങളെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളതിന് ദൈവത്തിന് വലിയ പ്രാധാന്യമില്ലാതെ നിങ്ങളുടെ വിഷയങ്ങൾക്ക് മാത്രമാണ് എപ്പോഴും ആവലാതിയും വ്യാവലാതിയും കൊണ്ട് നടക്കുന്നത് കൊണ്ടാണ് സാന്നിധ്യം ഫീൽ ചെയ്യാത്തത്. മറിച്ച് ഞാൻ ഉടമ്പടി എടുത്തിരിക്കുന്നത് ദൈവത്തിന് വേണ്ടി ജീവിക്കാനാണ്. ഒന്ന് പറഞ്ഞ്, ഞാൻ ഉടമ്പടി എടുത്തിരിക്കുന്നത് ദൈവത്തിന് വേണ്ടി ജീവിക്കാനാണ്. എന്റെ കൃപയിലെ ഞാൻ നിലനിൽക്കാൻ ദൈവത്തിന് വേണ്ടി അധ്വാനിക്കുവാനുള്ള പ്രത്യേക അഭിഷേകം എനിക്ക് നൽകണമേ. അപ്പോൾ ദൈവത്തെക്കുറിച്ച് നല്ലവണ്ണം ചിന്തിക്കുകയും ആലോചിക്കുകയും ആദ്യം കൊള്ളുകയും ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ ബാക്കിയുള്ള കാര്യം ഇതൊക്കെ ഇപ്പോൾ തന്നെ ഞാൻ ആ സുശീലയുടെ കാര്യം പറഞ്ഞില്ലേ, സുശീലയുടെ കാര്യം എന്താ, സുശീലയുടെ മകൾ മായയ്ക്ക് കഫീലിനിടയ്ക്ക് മർദ്ദനം. കഫീൽ എന്ത് പറ്റി? കഫീലൊരു ഡ്രഗ്സ് കേസിൽ അകപ്പെട്ടു, മയക്കുമരുന്നിൻ്റെ കേസ് അകപ്പെട്ടു. അപ്പോൾ സുശീലയുടെ ഈ മായയും ആ ഡ്രഗ്സ് കേസിൽ പ്രതിയാക്കി അവൾ. ഓക്കെ, പണ്ടേ ശമ്പളമില്ല, ജീവിതം പോയിരിക്കുമ്പോൾ ഉണ്ട്. ഇപ്പോൾ എന്ത് പറ്റി? ഡ്രഗ്സ് കേസ്, മയക്കുമരുന്ന് കേസിൽ ഗൾഫിൽ പ്രതി, 15 കൊല്ലം അകത്ത് കിടക്കണം. ഇവൾ ഇതുകൂടി കേട്ടപ്പോഴൊക്കെ ഭക്ഷണമായില്ല, ശമ്പളവും ഇല്ല, അവളുടെ പറ്റിക്കപ്പെട്ട് തട്ടിപ്പിലകപ്പെട്ട് പണവും നഷ്ടപ്പെട്ട് അവൾ നിൽക്കുന്ന സ്ഥലത്താണെങ്കിൽ സമാധാനം കൊടുക്കണില്ല അവൾക്ക്. ഇപ്പോഴെന്ത് ഡ്രഗ്സ് കേസിൽ പ്രതിയുമായി. ഇതെല്ലാം വിളിച്ച് അമ്മയോട് പറയും. അമ്മ ഇങ്ങനെ സംഭവിച്ച് അനിയത്തിനെ ഫോണിൽ കിട്ടുമ്പോൾ കരയും അവൾ. അപ്പോൾ അനിയത്തി പറഞ്ഞ്, ചേച്ചിനെ മാതാവ് രക്ഷിക്കും, ഞാൻ ഏലക്കാമാല കെട്ടുന്നുണ്ടെന്ന് പറഞ്ഞു. നമ്മുടെ കണ്ണ് നിറഞ്ഞു പോയി ഈ സാധനം കേട്ട് കഴിഞ്ഞാൽ. അവൾക്ക് വേറെ ഒന്നും ചെയ്യാൻ അറിയത്തില്ല. ചേച്ചിനെ അമ്മ രക്ഷിക്കും, ഞാൻ ഏലക്കാമാല അമ്മയ്ക്ക് വേണ്ടി കെട്ടണമുണ്ടെന്ന്. അവൾക്ക് എന്താ ചെയ്യാൻ അറിയാവുന്നത്? അവളൊരു നോൺ ക്രിസ്ത്യനാണ്. അവളുടെ ചേച്ചി ഒരു അന്യ സ്ഥലങ്ങളിൽ എലി പത്താഴത്തി വീണ പോലെ പിട്ടുകിടക്കുകയാണ്. അവൾക്ക് ദൈവതിരുസന്നിധി, ദൈവത്തിനെ ഈ വിഷയത്തിൽ ഉൾപ്പെടുത്താൻ ചെയ്യാൻ അറിയാവുന്ന ആപ്പടെ പണി എന്താ? അവളുടെ മനസ്സിൽ വന്നാൽ ഞാൻ ഏലക്കാമാല കെട്ടണമുണ്ടെന്ന്. ആ ഒരു മാല മുഴുവൻ കെട്ടിക്കൊണ്ടത് മാതാവിനിടും. എനിക്കറിയാം അതിൻ്റെ ബലം എന്താണെന്ന്. എന്താ കാര്യം? വിശ്വാസാവിഷ്കാരങ്ങളിൽ രണ്ടാമത്തതാണ് എന്താണ്? വിശ്വാസപ്രയോഗം. അതാണ് സാധനം. ഉടമ്പടിയിലില്ലേ എന്തൊക്കെയുണ്ട് വിശ്വാസത്തിൽ? പ്രാർത്ഥന, പ്രഖ്യാപനം, പിന്നെ എന്താണ്? പ്രയോഗം. അത് പ്രയോഗമാണ്.
അവളുടെ അമ്മ സുശീല ചെയ്യണ പരിപാടി എന്താണെന്ന് അറിയാമോ? അവളെ സുശീല വണ്ടിക്കാശി തണ്ണീർമുക്കത്തു നിന്ന് ഇങ്ങോട്ട് വന്നാൽ മതി, 10-12 കിലോമീറ്ററേ ഉള്ളൂ. ആ കിലോമീറ്റർ എല്ലാ ദിവസവും മാതാവിൻ്റെ അടുത്ത് വരും, നടന്നു വരും. കാര്യം എന്താ? പെട്ടിരിക്കല്ലേ, മകൾ പെട്ടിരിക്കല്ലേ. അപ്പോൾ എല്ലാ ദിവസവും മാതാവിൻ്റെ അടുത്ത് വരും. എങ്ങനെ വരും? നടന്നു വരും. നിഷ്പാതകമായിട്ട് നടന്നു വരും. നടന്ന് വന്നിട്ടും പറയും, അമ്മേ ഞാൻ വരുന്നു, ഞാൻ പോണ്, എൻ്റെ മകളുടെ കാര്യം പറയാൻ വന്നതാണ്. അപ്പം നടന്ന് വരുമ്പോൾ ഒരു പ്രയോഗമുണ്ട്, അതിൻ്റെ അകത്ത് ഒരു പ്രഖ്യാപനമുണ്ട്, ഒരു പ്രയോഗമുണ്ട്, ഒരു പ്രാർത്ഥനയുണ്ട്. എന്താണ്? നടക്കുമ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടാണ് നടക്കണത് തന്നെ ഒരു പ്രഖ്യാപനമാണ്. നടന്ന് വന്ന് എത്തുന്നത് ഒരു പ്രയോഗമാണ്. ഇതെല്ലാം അതിൻ്റെ അകത്തുണ്ട്. അപ്പം അതുകൊണ്ട് ദൈവത്തിന് ഇപ്പോൾ കർത്താവിൻ്റെ ഒരു വചനമുണ്ടല്ലോ, 14 എടുത്തവനെ, മർക്കോസ് 14:8 ഇവൾക്ക് സാധിക്കുന്നത്, അതാണ് നോക്കിയാൽ കണ്ടല്ലേ, ഇവൾക്ക് പറഞ്ഞേ, ഇവൾക്ക് സാധിക്കുന്നത് ഇവൾ ചെയ്തു. അവൾക്ക് സാധിക്കണ ഏലക്കമാല കെട്ടണതാണ്. അതാണ് സംഭവം. ഇതേതാ സംഭവം മനസ്സിലായ? ലാസറിൻ്റെ വീട്ടിൽ ലാസർ ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ കർത്താവിൻ്റെ പാദത്തെങ്കിൽ 300 ദിനാറയ്ക്കുള്ള സുഗന്ധ തൈലം ലാസറിൻ്റെ ബദനിയിലെ മറിയം കാല് പൂശി പ്രാർത്ഥിച്ച്. അപ്പോൾ യൂദാസ് അവിടെ നിന്നുകൊണ്ട് പ്രശ്നം ഉണ്ടാക്കി. എന്ത് നോൺസെൻസാണിത്? അയാൾ യുക്തി ഉപയോഗിക്കുന്ന ആളാണ്. അയാൾക്ക് ഭക്തിയല്ല അയാൾ ഉപയോഗിക്കണത്, യുക്തിയാണ് ഉപയോഗിക്കണത്. അയാൾ ചോദിച്ചത് എന്താണിത്, നോൺസെൻസ് അല്ലേ ഇതുകൊണ്ട് ആൾക്കാർക്ക് വീട് വെച്ച് കൊടുക്കാൻ പറ്റത്തില്ലെന്ന് ചോദിച്ച്. നമുക്ക് ദൈവത്തിന് നമ്മൾ കൊടുക്കുന്നത് കൊണ്ട് വീട് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ വീട്ടിൽ കിടന്ന് പൊറുക്കാൻ പറ്റത്തില്ല നമുക്ക്. മനസ്സിലായില്ല? രണ്ട് വിഷയമാണ്. അതെന്താ വെച്ചാൽ ദൈവത്തിന് കൊടുക്കേണ്ടത് ദൈവത്തിന് കൊടുക്കണം, സീസറിന് കൊടുക്കേണ്ടത് മനുഷ്യന് കൊടുക്കണം. മനുഷ്യന് കൊടുക്കേണ്ട അടുത്ത് ദൈവത്തിന് കൊടുക്കരുത്, ദൈവത്തിന് കൊടുക്കേണ്ട അടുത്ത് മനുഷ്യനും കൊടുക്കരുത്. അതിന് ബാലൻസ്ഡ് ആയിട്ടാണ് ഈശോ പറഞ്ഞിരിക്കുന്നത്. അവളെ സംബന്ധിച്ചിടത്തോളം ചെയ്യണത് എന്താണ്? 1 ദിനാറയ്ക്ക് 300 ദിനാറ ഒരു വർഷത്തെ കൂലിയാണ്. കർത്താവിനുള്ള സ്നേഹം പ്രകടിപ്പിക്കാൻ വേണ്ടി അതിനൊരു കുപ്പി സുഗന്ധതൈലം മേടിച്ചിട്ട് കർത്താവിൻ്റെ 2 കാലിലും മുഴുവനും ഒഴിച്ചു കൊടുത്ത്, എന്നിട്ട് ആ കാല് ചുംബിച്ചു. അത് പ്രയോഗമാണ്, വിശ്വാസപ്രയോഗമല്ല. വിശ്വാസം മൂത്തിട്ടുള്ള ഒരു സ്നേഹത്തിൻ്റെ ദൈവവുമായിട്ടുള്ള ബന്ധങ്ങളതാണ്. ഒരു പ്രയോഗമാണ് അത് ശരിക്കും പറഞ്ഞാൽ. ഇതുപോലെ ഇവളത് ചെയ്ത് കഴിഞ്ഞപ്പോൾ അമ്മ നടന്ന് വന്ന്, അവളുടെ അമ്മ തണ്ണീർമുക്കത്തിൽ നടന്ന് ഇവിടെ വന്നിട്ട് പറഞ്ഞ്, എൻ്റെ മകളുടെ കാര്യം പറയാതെ തന്നെ അമ്മക്കറിയാമല്ലോ, അമ്മയെ കാണാൻ ഞാൻ നടന്നു വന്നതാണ്. അന്ന് രാത്രി അമ്മ അവളോട് പറഞ്ഞു, നാളെ നിൻ്റെ മകളെ വിളിക്കണം, നിൻ്റെ മകളെ വിളിച്ചിട്ട് പറയണം തലയെ തുണിയിട്ട ഒരു സ്ത്രീ ഓഫീസിൽ വരുന്നുണ്ടെന്ന്, അതോടെ പ്രശ്നം തീരുമെന്ന്. അതാണ് വിഷയം. പിറ്റേ ദിവസം അമ്മ പറഞ്ഞ പോലെ തന്നെ തലയെ തുണിയിട്ടൊരു മുസ്ലിം സ്ത്രീയാണ് അവിടെ വന്നിട്ട് അവർ ഓഫീസിൽ വന്നിട്ട് ഇവളുടെ രജിസ്റ്ററിൽ കേസ് ക്യാൻസൽ ചെയ്ത് അവിടെ റിലീവ്ഡായി പെട്ടെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ എന്ത് ചെയ്യണം? ഒരു വിഷയത്തിന് എവിടെയാണ് അതിൻ്റെ കുറിഞ്ഞിരിക്കണത്, അവിടെ എന്ത് ചെയ്താൽ ശരിയാവുമെന്ന് ആർക്കറിയാം? അമ്മയ്ക്കറിയാം. അപ്പോൾ നമ്മൾ പറയും ചെയ്യേണ്ടതൊക്കെ ഞാൻ ചെയ്യിച്ചോളാം, നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഞാൻ പറഞ്ഞാൽ ഈശോയെ കൊണ്ട് ചെയ്യിക്കേണ്ട കാര്യമൊക്കെ ഞാൻ ചെയ്യിച്ചോളാം, നിങ്ങളെന്താ ചെയ്യേണ്ടത്? അവൻ പറഞ്ഞ പോലെ ചെയ്യുക. കൈയടിച്ച് കർത്താവ് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഉടനടി പരിഹാരമേകും ഉടമ്പടി പ്രാർത്ഥനയിൽ ഉടനടി പരിഹാരമേകും അവൻ പറയുന്നതും ചെയ്തിടുവിൻ ജീവിതം ധന്യമായി തീർന്നിടും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ ഈ ഉപ്പും ഉടമ്പടിയിലെ ഉപ്പും അതുപോലെ തന്നെ എണ്ണയും ഇതൊക്കെ ഉപയോഗിക്കുമ്പോൾ നിങ്ങളെ വിശ്വാസ പ്രയോഗത്തിലാണെന്നുള്ള കാര്യം മനസ്സിലാക്കണം. അതിന് നമുക്ക് വേണ്ട മൗലിക വികാരമെന്ന് പറയുന്നത് ദൈവസ്നേഹമാണ്. വിശ്വാസം മൂത്തിട്ടാണ് ദൈവസ്നേഹം ഉണ്ടാകുന്നത്. യൂത്തിനൊക്കെ ഉണ്ടാകുന്നൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂത്ത് ഈ ഉടമ്പടി എടുക്കുന്നത് കൊണ്ട് തന്നെ ചില സമയത്ത് അവർക്ക് ചില നെഗറ്റീവ് അനുഭവങ്ങൾ നിങ്ങളുടെ ഒരു കൗണ്ട് ഡൗൺ വരും ചില സമയത്ത്. എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങൾ ഉദാഹരണത്തിന്
ഇപ്പം നിങ്ങൾ അച്ഛൻ്റെ എല്ലാ ദിവസവും ഒരു സാക്ഷ്യം അല്ലെങ്കിൽ ഒരു ഡെയിലി ബ്രെഡ് നിങ്ങൾ ഷെയർ ചെയ്യുന്നു, നിങ്ങളുടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തേ, ഉടനെ അവരെന്ത് ചെയ്യും? ദൈവത്തിനെ കാണുമ്പോൾ തന്നെ പല്ലിളിക്കണ പിശാചുക്കളുണ്ടാവും. നിങ്ങളുടെ കൂട്ടുകാരായിരിക്കും. ചിലപ്പോൾ നിങ്ങളവർ ക്യാൻസൽ ചെയ്ത് കളയും, ബ്ലോക്ക് ചെയ്ത് കളയും. അപ്പോൾ നിങ്ങൾക്ക് സന്തോഷമായില്ലേ? നിങ്ങൾക്ക് പറ്റാത്ത ആൾക്കാരിൽ നിന്ന് നിങ്ങൾക്ക് ബ്ലോക്കിങ് കിട്ടുമ്പോൾ തന്നെ അത്ര ആ സാധനം പോയി കിട്ടത്തില്ലേ? ആ സാധനം ഗ്രൂപ്പിൽ കിടന്നാൽ മോശമാണ്. അച്ഛൻ പറഞ്ഞ മനസ്സിലായില്ലേ? നിങ്ങൾ വിചാരിക്കും, അയ്യോ ഞാനിങ്ങനെ ഇവർക്ക് സെൻഡ് ചെയ്യും, ഇവർ മതം മാറ്റമാണെന്ന് കരുതുക, അല്ലെങ്കിൽ എന്നെ ഒരു ഭക്തി ആയിട്ട് കരുതുക. ഞാൻ ഭക്തിയൊന്നും അല്ല, എനിക്ക് തൽക്കാലം IELTS പാസ്സാകാനുള്ള അഭ്യാസം മാത്രമേ ഉള്ളൂ എന്ന് അവർക്കറിയാൻ പാടില്ല. പറഞ്ഞ മനസ്സിലായില്ല? അത് നമ്മുടെ രഹസ്യ ധാരണകൾ നിങ്ങൾ വിവേചിക്കണം. നിങ്ങൾ എന്തുകൊണ്ട് ഷെയർ ചെയ്യുന്നില്ല കൂട്ടുകാർക്ക്? അതിൻ്റെ കാരണം നിങ്ങളിതൊരു 3 മാസത്തുള്ള അഭ്യാസമായിട്ടാണ് എടുത്തിരിക്കുന്നത്. ഒക്കട്ടെ കിട്ടണേ ഊട്ടി പോയ ചട്ടി, അതുകൊണ്ടാണ് ഷെയർ ചെയ്യാത്തത്. ഞാൻ ഈ 3 മാസത്തെ അഭ്യാസത്തിന് വേണ്ടി എടുത്തിരിക്കുന്ന കാര്യം എൻ്റെ കൂട്ടുകാരുടെ മുമ്പിൽ ഞാനൊരു ഭക്തിഭ്രാന്തിയായിട്ട് അറിയപ്പെടേണ്ട ആവശ്യമില്ലല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾ ഷെയർ ചെയ്യത്തില്ല. നിങ്ങളുടെ ആന്തരിക വിചാരങ്ങളെ കർത്താവ് വിവേചിച്ചിരിക്കുന്നു, കർത്താവ് നിങ്ങളെ വിധിക്കുന്നു. ഈ വിധിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മര്യാദയ്ക്ക് ഷെയർ ചെയ്ത് രക്ഷപ്പെടുന്നതാണ് നല്ലത്. ചെറുപ്പക്കാർക്കും ഇതുപോലെയുള്ള അബദ്ധങ്ങൾ സംഭവിക്കുക. നിങ്ങളുടെ കൂട്ടുകാരെല്ലാം ഒരു മേനിക്കെങ്കിലും സ്വയം ഹ്യൂമനിസ്റ്റിൻ്റെ മാനവികൻ്റെ കുപ്പായമെടുത്ത് അടിഞ്ഞിട്ടുള്ള പാർട്ടിയാകും. അപ്പം നമ്മളത് ഷെയർ ചെയ്ത് സ്റ്റാറ്റസ് ഇട്ട് കഴിയുമ്പോൾ അവനവിടെ നമ്മൾ 2ാം പൗരനാക്കും, അവൻ 1ാം പൗരനാകും. ആരാണ് 1ാം പൗരൻ 2ാം പൗരൻ എന്താ അവസാനം അറിയാൻ പറ്റും. അവൻ പറയും എന്നുടങ്ങി ഈ ഭക്തിഭ്രാന്തൊക്കെ. എടാ, മര്യാദയ്ക്ക് അധ്വാനിച്ച് ജീവിച്ചാൽ പ്രശ്നമൊന്നുമില്ല, അല്ലെങ്കിൽ ഇതുപോലെ ചെന്ന് ചാരേണ്ടി വരും. ഹ്യൂമനിസ്റ്റായി. അപ്പോൾ നമ്മളോർക്കും അവനാണ് വലിയ, അവനൊരു കുന്തും അറിയത്തില്ല. ദൈവത്തെ അറിഞ്ഞില്ലെങ്കിൽ എല്ലാം അറിയാം. ദൈവത്തെ അറിഞ്ഞില്ലെങ്കിൽ തീർന്നില്ലേ? അവന് ദൈവത്തെ അംഗീകരിക്കേണ്ടത് അതിന് പോരായ്മയെ കരുതിയിരിക്കുകയാണ്. അവൻ്റെ അന്ത്യം നമ്മൾ കണ്ടിട്ടില്ലല്ലോ. കാണുന്നതിന് മുമ്പ് എന്തുകൊണ്ടാണ് അവൻ പറയുന്നത് നീ അനുസരിക്കാൻ നീ ബാധ്യസ്ഥനാകണത്? അതുകൊണ്ട് നീ നിഷ്പക്ഷമായിട്ടും നിർഭയനായിട്ടും കർത്താവിൻ്റെ സുവിശേഷത്തിൻ്റെ വക്താവായിട്ട് മാറാമെന്ന് കൈ അടിച്ചുകൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. യേശുവേ ഞങ്ങളുടെ ആന്തരിക വിശുദ്ധീകരണ മേഖലകൾ വെളിപ്പെടുത്തുന്നതിന് നന്ദി പറയുന്നു. നമ്മൾക്ക് ജനക്കൂട്ടത്തെ കാണുമ്പോൾ നമുക്കെന്താ തോന്നേണ്ടത്? അനുകമ്പയാണ് തോന്നേണ്ടത്. എന്താണ്? അവർക്ക് കർത്താവിനെ ആവശ്യമുണ്ടല്ലോ എന്ന് തോന്നണം. നീ ദൈവത്തിൻ്റെ ആളാണെങ്കിലേ ജനക്കൂട്ടത്തെ കാണുമ്പോൾ നിൻ്റെ ഗ്രൂപ്പിലെ വാട്സപ്പ് ഗ്രൂപ്പിലായാലും ശരി, നിൻ്റെ ഏത് മേഖലയായാലും ജനക്കൂട്ടമാണല്ലോ അത്. അവരെ കാണുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യണം? അവന് അനുകമ്പ തോന്നണം. എന്താണ്? അവർക്ക് കർത്താവിനെ അറിയത്തില്ലല്ലോ. അവരെ അറിയിക്കാനുള്ള ഇടയില്ലാത്ത ആടുകളെപ്പോലെ, കർത്താവില്ലാത്ത ആൾക്കാരെ പോലെയല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ജനക്കൂട്ടത്തെ കാണുമ്പോൾ ചില അണ്ണന്മാർക്ക് എന്താ തോന്നണത്? അവർ ഓന്തുമാരുണ്ടല്ലോ, ഈ സായിപ്പിനെ കാണുമ്പോൾ കവാത്ത് മറക്കണം എന്ന് പറഞ്ഞാൽ ജനക്കൂട്ടത്തെ കാണുമ്പോൾ പിന്നെ മതം മറന്നു പോകും, വിശ്വാസം മറന്നു പോകും. ജനക്കൂട്ടത്തെ കാണുമ്പോൾ വിശ്വാസം മറക്കണത് ആരാണ്? ബിസിനസ്സുകാരായിരിക്കും, ഒരു സംശയമില്ല. എന്താ കാര്യം? ഇപ്പം നീ ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിൻ്റെ വസ്തു മുസ്ലിം മേടിക്കത്തില്ല, ഹിന്ദു മേടിക്കത്തില്ല. കേരളത്തിൽ ജാതീയത ശക്തമല്ലേ. അപ്പം അതുകൊണ്ട് എന്നാ ചെയ്യും? എനിക്ക് മതമില്ലെന്ന് പറഞ്ഞാൽ മതിയല്ല, മതമില്ലാത്ത ജീവനാണെന്നൊക്കെ പറഞ്ഞാൽ മതിയല്ലേ. എനിക്ക് മതമില്ല, ഞാൻ നിരീശ്വരവാദിയാണെന്ന് പറയുമ്പോൾ എൻ്റെ ചരക്ക് എല്ലാവരും മേടിക്കും. അപ്പോൾ മറ്റുള്ളവർ ചരക്ക് വിറ്റഴിക്കാൻ വേണ്ടി നീ ദൈവത്തിന് ഒറ്റിക്കൊടുത്തിട്ടുണ്ടെങ്കിൽ നീ ഇന്ന് മാപ്പ് പറയണം. ഇവിടെ വെച്ച്, കർത്താവേ ഇതെല്ലാം കടന്നു പോകുന്നതാണ്, കടന്നു പോകുന്നത് നീ മാത്രമാണ്. ഞാൻ നിന്നെ മറ്റുള്ളവർക്ക് വേണ്ടി ഞാൻ എൻ്റെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്താതിരുന്നിട്ടുണ്ടെങ്കിൽ, ഐഡൻറ്റിറ്റി തള്ളിപ്പറഞ്ഞിട്ടുണ്ടെങ്കിൽ കർത്താവേ മാപ്പ് ചോദിക്കുന്നു. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ള അവസരങ്ങൾ മനഃപൂർവ്വം നഷ്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അനുദപിച്ച് മാപ്പ് ചോദിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ആരാധന, 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 ആരാധന. നീ വിശ്വാസം, നമുക്കറിയാം വിശ്വാസത്തിൻ്റെ ആവിഷ്കാരങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന് പ്രാർത്ഥന, രണ്ടാമത്തത് എന്താണ്? പ്രഖ്യാപനം, മൂന്നാമത്തത് എന്താണ്? പ്രയോഗം. ഈ പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഈ പ്രഖ്യാപനം എന്ന് പറയുമ്പോൾ ഉള്ള വിഷയം വെച്ചാൽ ഈ പ്രഖ്യാപനം ആദ്യം നടത്തേണ്ട എവിടെയാണെന്ന് അറിയാമോ?
തെരുവീതിയിലല്ല, സ്വന്തം വീട്ടിലാണ് നടത്തേണ്ടത്. വിശ്വാസം പ്രഖ്യാപിക്കേണ്ടത് എവിടെയാണ്? ആദ്യം സ്വന്തം വീട്ടിലാണ് പ്രഖ്യാപിക്കേണ്ടത് ആദ്യം. കാര്യം വിശ്വാസത്തിനെതിരായിരിക്കും ഭർത്താവ്, അല്ലെങ്കിൽ ഭാര്യ, അല്ലെങ്കിൽ മകൻ, അല്ലെങ്കിൽ മകള്. അവളെ കേൾക്കാം, അയ്യോ അവളെ കേൾക്കാം, അവളെല്ലാം പറയും. അതുകൊണ്ട് ഞാൻ പ്രത്യക്ഷക്കാരനെ ചുണ്ടിൻ്റെ താഴെ പ്രത്യക്ഷ പ്രാർത്ഥന പിശാചുക്കളുണ്ട്. എന്താ കാര്യം? മകള് കേൾക്കും, അവൾക്ക് ഇഷ്ടപ്പെടത്തില്ലെന്ന്. അപ്പം തന്നെ നിന്റെ കാര്യത്തിൽ തീരുമാനമായില്ലേ? അതാണ് ഈശോ പറഞ്ഞ 10:32 മനുഷ്യരുടെ മുമ്പിൽ ഏറ്റി പറയണമെന്ന്. അപ്പോൾ അവൾ കേട്ടാലും അവൻ കേട്ടാലും അവന് പ്രാന്ത് കറിയാലും പിശാച് കറിയാലും ചാടിപ്പോയാലും നീ നിൻ്റെ വിശ്വാസം പ്രഖ്യാപിക്കണം. എവിടെയാണ്? ഒരുത്തൻ വിശ്വാസം പ്രഖ്യാപിക്കേണ്ടത് ആദ്യമായി അവൻ്റെ വീട്ടിൽ തന്നെയാണ്. ക്ലിയർ അല്ലേ? ആ, എന്താ കാര്യം നീ ഇത് പറയാൻ കഴിയും? ജെയ്സി എന്ന് പറഞ്ഞൊരു മോളെ ഈ ദിവസം സാക്ഷ്യം പറഞ്ഞു. അവളുടെ സാക്ഷ്യം എന്ന് പറയുന്നത് അവളുടെ മകന് ഉടമ്പടിയിലൊന്നും വിശ്വാസമില്ല, ഉപ്പിലും വിശ്വാസമില്ല. ഇപ്പോൾ എൻ്റെ പ്രശ്നം വെച്ചാൽ, പക്ഷേ അമ്മ ഈവൻ്റെ മകനെ സ്വിറ്റ്സർലൻഡിലാണ് അവൻ MBA പാസ്സായതാണ്. പക്ഷെ അവിടെ MBA പാസ്സായെന്ന് പറഞ്ഞാലും ഈ ഇൻറ്റേൺഷിപ്പിന് പോലും ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇൻറ്റേൺഷിപ്പിന് പോണ മുമ്പ് അമ്മ പറഞ്ഞ്, എടാ നിനക്ക് ഇൻറ്റേൺഷിപ്പ് കിട്ടാൻ അവിടുത്തെ നാട്ടുകാർ തന്നെ ഉണ്ട്, നിന്നേക്കാൾ വലിയ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരും ക്വാളിറ്റി ഉള്ള ആൾക്കാരും ഉണ്ട്, അവരെടുക്കത്തുള്ളൂ, നമുക്ക് മെറിറ്റില്ല. അതുകൊണ്ട് നീ എന്ത് ചെയ്യണമെന്ന് പറയാം, ഈ ഉപ്പ് കൊണ്ടുപോയി ഇൻറ്റേൺഷിപ്പ് ഓഫീസിൽ ഇടണമെന്ന് പറഞ്ഞു വിശ്വാസപ്രമാണം ചൊല്ലി. അപ്പോഴവൻ പറഞ്ഞു, ഞാൻ ഇടത്തില്ല. അയ്യോ ഇതൊക്കെ ചെയ്താൽ വല്ല കാര്യം ശരിയാവുക, അവിടെയൊക്കെ ക്യാമറ ഉണ്ടെന്ന് പറഞ്ഞ്. അപ്പോൾ അമ്മ പറഞ്ഞു, ക്യാമറ ആയതുകൊണ്ട് സായിപ്പിനെ കാണുമ്പോൾ കവാത്ത് മറക്കണ, ചില ആൾക്കാരെ ക്യാമറ കാണുമ്പോൾ കവാത്ത് മറക്കുകയും. അവൻ പറഞ്ഞു, ഞാൻ നിൻ്റെ കൂടെ വരാമെന്ന് പറഞ്ഞു. നീ ചെയ്യേണ്ട, ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു. നിന്നെ അവിടെ ഇടിപ്പിക്കണ കാര്യമാണ്. ഇൻറ്റേൺഷിപ്പ് ഓഫീസിൽ പോയി അമ്മ കൊണ്ട് അവൻ നിൽക്കുമ്പോൾ അവിടെ ഉപ്പിട്ടിട്ട് വിശ്വാസപ്രമാണം ചൊല്ലി, മാതാവേ ഞങ്ങൾക്ക് കഴിവില്ല, ഞങ്ങൾക്ക് മെറിറ്റില്ല, ഇത് നോട്ട് ബൈ മെറിറ്റാണ് വർക്ക് ചെയ്യേണ്ടത്, ഉടമ്പടി, അതിനുവേണ്ടി ഞാൻ ഉടമ്പടി ചെയ്തിരിക്കണം, അതുകൊണ്ട് ഈ മകനെ ഇവിടെ ഇൻറ്റേൺഷിപ്പിൽ എടുക്കണമെന്ന് പറഞ്ഞു. എക്സ്പീരിയൻസിന് പല നാട്ടുകാർക്ക് സീറ്റില്ല, അവന് സീറ്റ് കിട്ടി. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ആ കമ്പനി, വേറൊരു കമ്പനി അവനെ ജോലിക്ക് വിളിച്ചപ്പോൾ അമ്മ പറഞ്ഞേ, എടാ മകനെ ഉടമ്പടി ഉപ്പുണ്ട്, നമുക്കൊണ്ട് ഇടാമെന്ന് പറഞ്ഞ്. അപ്പോൾ അമ്മ പറഞ്ഞു, അമ്മ അതൊക്കെ ശരിയാകുക, അവിടെയൊക്കെ ഒത്തിരി ആൾക്കാരൊക്കെ ഉള്ളതാണ്. അപ്പോൾ നമ്മൾ രാത്രി ഓഫീസിൽ പോകാം, രാത്രി ഓഫീസ് അമ്മയുമായിട്ട് ഈ മകൻ്റെ കൂടെ അമ്മ രാത്രി ഓഫീസിൽ പോയിരിക്കുക. എന്നിട്ട് രാത്രി ഓഫീസിൽ പോയി അവിടെ നിന്ന് വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ട് അവിടെ ഉപ്പിട്ടിട്ട് പോകുന്നു. പ്രഖ്യാപനമാണ്, വിശ്വാസ പ്രഖ്യാപനം. അപ്പോൾ നമുക്കൊരു അവസരം കിട്ടുമ്പോഴെന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ദൈവത്തിന് തോന്നണം, നമ്മൾ ഏത് കാലാവസ്ഥയിലും കർത്താവിനെ തള്ളിപ്പറയത്തില്ല. സുവിശേഷം എന്ന് പറയുന്ന വിശ്വാസം, നമ്മളെന്താ കർത്താവ് തുടങ്ങണം എങ്ങനെയാണ്? വിശ്വസിക്കുക, സുവിശേഷത്തിൽ അനുതപിക്കുക, സുവിശേഷത്തിൽ വിശ്വസിക്കുക. അപ്പോൾ വിശ്വാസം എന്ന് പറയുന്നത് ബേസിക്കായിട്ട് വേണ്ടത് സുവിശേഷത്തിലാണ്. അനുതപിക്കുക, സുവിശേഷത്തിൽ വിശ്വസിക്കുക. അപ്പോൾ ദൈവത്തിൻ്റെ വചനങ്ങളിലും ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതികളിലും ദൈവത്തിൻ്റെ പരിപാലന മാർഗങ്ങളിലെയും നമ്മൾ വിശ്വാസത്തിലെടുക്കണം. എന്നിട്ട് ആ വിശ്വാസത്തെ നമ്മൾ പ്രയോഗിക്കണമാണ് ഉപ്പിടുമ്പോൾ. അവൻ പിന്നെ ഒരു ഗുണം ചെയ്തു, അവൻ അത്ര മോശക്കാരനല്ല. അവൻ എപ്പോഴും ഈ ഉപ്പൊക്കെ പബ്ലിക്കായിട്ട് ഇടാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലും തൈലം പൂശിയിട്ടേ അവൻ ഇറങ്ങത്തുള്ളൂ. അവൻ ഇൻ്റർവ്യൂവിനാണെങ്കിലും വീട്ടിൽ എല്ലാ ഉടമ്പടി തൈലം പൂശിയിട്ട് ഇറങ്ങത്തുള്ളൂ. പക്ഷെ അമ്മ അതിനേക്കാൾ കടുത്ത ആൾക്കാരാണ്. പക്ഷേ നമ്മൾ നോക്കുമ്പോൾ അമ്മയുടെ സാക്ഷ്യം കേൾക്കുമ്പോഴുണ്ടല്ലോ, ഇവന് അവിടെ ജോലി കിട്ടാൻ ഒരു സാധ്യതയുമില്ല. പക്ഷേ അമ്മ മാതാവിൻ്റെ നോട്ട് ബൈ മെറിറ്റ് എന്നല്ലേ, എനിക്ക് കഴിവില്ല, എൻ്റെ കഴിവല്ല, നിൻ്റെ കൃപയെന്നല്ല എൻ്റെ പ്രഖ്യാപനം. നമ്മൾ വിശ്വസിക്കണത് എന്താ പ്രഖ്യാപിക്കണത്? എൻ്റെ കഴിവല്ല, നിൻ്റെ കൃപ. അതിനാണ് ഈ ഉപ്പ് ഇടണത്, വിശ്വാസപ്രമാണം ചെല്ലണത്. അപ്പോൾ ആ ജോലി അവന് കിട്ടി. അതിൻ്റെ സാക്ഷിയാണ് അവൻ പറഞ്ഞ കഴിഞ്ഞ ദിവസങ്ങളിൽ. ഞാൻ നിങ്ങളോട് പലപ്പോഴായിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം കൃത്യവും കറക്റ്റായിട്ടുള്ള കാര്യങ്ങളും ആയിരക്കണക്കിന് ജനങ്ങൾ അവരുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി വിജയിച്ച കാര്യങ്ങളാണ്. അതുകൊണ്ട് ചെയ്യുമ്പോൾ തന്നെ സൂക്ഷിച്ചും കൂടുതൽ ഈസിയായിട്ട് ചെയ്യാൻ കഴിയുന്നവർ കൂടുതൽ കഷ്ടപ്പെട്ട് നിവർത്തിക്കണം. പറഞ്ഞ മനസ്സിലായ കാര്യം, നിങ്ങളുമായിട്ട് കോമ്പറ്റ് ചെയ്യുന്ന ആൾക്കാർ വേറെയാണ്. കൂടുതൽ ഈസിയായിട്ട് ചെയ്യാൻ കഴിയുന്നവർ കൂടുതൽ കഷ്ടപ്പെട്ട് ഉടമ്പടി നിവർത്തിക്കണം. എന്താ കാര്യം വെച്ചാൽ, ഇപ്പോൾ ചിലരൊക്കെ സാക്ഷ്യം പറയാൻ വന്നിട്ട് പോകും, ഉടമ്പടി ചെയ്യാൻ വന്നു. അവർ ഉടമ്പടി ചെയ്യാൻ വേണ്ടി മാത്രം പ്ലെയിനിൽ സഞ്ചരിച്ച് അന്യരാജ്യത്തു നിന്ന് വന്നിട്ട് ഉടമ്പടി ചെയ്തിട്ട് അന്ന് തന്നെ പോവുകയാണ് അവർ. അവർക്ക് ഒരു ഉടമ്പടിക്ക് ലാഭമാകണത്, അവർക്ക് ഉടമ്പടിക്ക് ചിലവാകണത് 2.5 ലക്ഷം രൂപ 3 ലക്ഷം രൂപയാണ് ഒരു ഉടമ്പടിക്ക്.
അപ്പം ഞങ്ങൾ രാവിലെ വന്ന് ഇവിടെ കലവൂരിൽ ആലപ്പുഴയിൽ നിന്നൊക്കെ വന്നിട്ട് ഞങ്ങൾ വെളുപ്പിനെ വന്ന് നിൽക്കണം എന്ന് പറയും. എപ്പോഴാണ് ഞാൻ ചോദിക്കുക എത്ര മണിക്കാണ് വന്നത്? 7 മണിക്ക്. അതാണ് നിങ്ങളുടെ വെളുപ്പിനെ. ഞങ്ങൾ വെളുപ്പിനെ വന്ന് നിൽക്കണം എന്ന് പറയും. ഇവിടെ വെറുതെ നടന്ന് വന്നായിരിക്കും. അപ്പം ഞാൻ എത്ര മണിക്ക്? 7 മണിക്ക്. അപ്പോൾ വെളുപ്പിനെന്ന് പറഞ്ഞാൽ 7 മണിക്കാണ്. ഇവർക്ക് ഇപ്പോഴും നേരം വെളുത്തിട്ടില്ല. അപ്പം അതുകൊണ്ട് കൂടുതൽ ഈസിയായിട്ട് വരുന്ന ആൾക്കാർ കൂടുതൽ അതിൻ്റെ അകത്ത് കഷ്ടപ്പെട്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ദൈവത്തിന് മനസ്സിലാകും ഇത് സത്യസന്ധമായ കാര്യമാണെന്ന്. പറഞ്ഞ മനസ്സിലായില്ലേ? ഇത് ഏറ്റവും വലിയ പ്രശ്നമേ. എനിക്ക് ഇപ്പോൾ ഇത്രയും നാൾ ലക്ഷക്കണക്കിന് മനുഷ്യർ ഉടമ്പടി എടുത്തപ്പോൾ എൻ്റെ മനസ്സിൽ പരിശുദ്ധാത്മ പറയണത് ഇതിൻ്റെ ഏറ്റവും വലിയ കുഴപ്പം പിടിച്ച സംഭവം എന്താണെന്ന് അറിയാമോ? ദൈവത്തിനെ ഒന്ന് വിശ്വസിപ്പിച്ചെടുക്കുകയാണ്. ഞാൻ എടുത്തിരിക്കുന്ന സത്യസന്ധമായ ഉടമ്പടിയാണെന്ന് ദൈവത്തിനെ ഒന്ന് വിശ്വസിപ്പിച്ചെടുക്കാൻ വലിയ പാടാണ്. നമ്മൾ എടുത്തിരിക്കുന്ന ഉടമ്പടി, നിങ്ങളുടെ റിസ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഉടമ്പടിയിലുള്ള റിസ്ക് ഫാക്ടർ എന്താണ്? ഈ നിങ്ങൾ എടുത്തിരിക്കുന്ന ഉടമ്പടി സത്യസന്ധമാണെന്ന് ദൈവത്തിനെ വിശ്വസിപ്പിച്ചെടുക്കണതാണ് പാട്. അത് ഇത്തിരി സമയമെടുക്കും. അത് നിങ്ങളുടെ ഓരോ കാര്യങ്ങളിലൂടെ നമ്മൾ സീരിയസ് ആണ് ഈ വിഷയത്തിൽ, സിൻസിയറാണെന്ന് ദൈവത്തിനെ നമ്മൾ വിശ്വസിപ്പിച്ചെടുക്കണം. അത് ഓരോ ദിവസത്തെയും ഉടമ്പടിയുടെ വെല്ലുവിളിയാണിത്. എന്താണ്? എൻ്റെ ഉടമ്പടി കർത്താവിനെ കൊണ്ട് കൺകർ ചെയ്യിക്കണം. മൈ കവനൻറ്റ് മസ്റ്റ് ബി കൺകേർഡ് ബൈ ജീസസ്. അത് ദിവസങ്ങളും ഉയർത്തണ വെല്ലുവിളിയാണ്. നമ്മുടെ മുമ്പിൽ ഓരോ ദിവസവും ഉയർത്തണ വെല്ലുവിളിയാണ് നമ്മളെടുത്തിരിക്കുന്ന ഉടമ്പടിയെ കൊണ്ട് ദൈവത്തെ കൊണ്ട് അംഗീകരിപ്പിച്ചെടുക്കുക എന്നുള്ളത്. ആ സത്യസന്ധമായ ഉടമ്പടിയാണെന്ന്. അത് അഭ്യാസം കാണിക്കാൻ ചെയ്തതല്ല, ദൈവത്തോടുള്ള സ്നേഹത്താൽ വിശ്വസിച്ച് ഇത് അവസാനത്തെ തിരഞ്ഞെടുപ്പാണെന്നുള്ള ബോധ്യത്തിലാണ് എൻ്റെ മക്കൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇത് ഫയറാകണത്. അതുകൊണ്ട് അറിഞ്ഞ് ആണ് ഇതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, നിങ്ങളുടെ കൈകളെ രോഗസൗഖ്യ പ്രാർത്ഥനയുടെ സമയമാണ്. രോഗസൗഖ്യ പ്രാർത്ഥനയുടെ സമയമാണ്. വിവിധ രോഗങ്ങളെ വലയുന്നവർ രോഗാതുരമായ സ്ഥാനങ്ങളിൽ വലത് കൈ വെച്ചുകൊണ്ട് മരുന്നോ ലേപനമോ അല്ല, മരുന്നിനും ലേപനത്തിനും സുഖപ്പെടുത്താൻ കഴിയുന്നതിന് ഉള്ള പരിധി നീ തന്നെ നിൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞതാണ് എന്നുള്ള ബോധ്യത്തോടു കൂടി എവിടെയാണ് വേദന, എവിടെയാണ് ഭാരം, വർഷങ്ങളായി ആയിരക്കണക്കിന് മനുഷ്യർ സൗഖ്യപ്പെട്ട ഈ വേദിയിൽ മാതാവ് നിൻ്റെ കൈകളെ ഇരിക്കുന്ന സ്ഥലത്ത് അമ്മയുടെ കൈകൾ വെച്ചുകൊണ്ട് നിൻ്റെ സൗഖ്യത്തിനായി പ്രാർത്ഥിക്കുന്ന സമയമാണ്. ഞാനും എൻ്റെ സ്വരവും ഒക്കെ ഒരു ദൈവത്തിൻ്റെ ഒരു മീഡിയമായിട്ട് മാത്രം നിൽക്കുന്നതാണ്. കൃപാസനത്തിൽ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മ തന്നെയാണ്. നിങ്ങൾ കൈവെക്കുമ്പോൾ ആ കൈവെക്കുന്നിടത്ത് അമ്മയുടെ കൈകൾ വെക്കുന്നുണ്ടെന്ന ബോധ്യം ഉണ്ടാകണം. എവിടെയാണ് രോഗം? മുതുകിന് രോഗമുള്ളവരുണ്ട്, സ്പോണ്ടിലോസിസ് രോഗമുള്ളവരുണ്ട്, കഴുത്തിന് രോഗമുള്ളവരുണ്ട്, ഉദരത്തിന് രോഗമുള്ളവരുണ്ട്, കരളിന് രോഗമുള്ളവരുണ്ട്, ഹൃദയത്തിന് രോഗമുള്ളവരുണ്ട്, ശിരസ് രോഗമുള്ളവരുണ്ട്, സർവാംഗ രോഗമുള്ളവരുണ്ട്. അവിടെ എല്ലാ ഇടങ്ങളിലും കൈകൾ വെച്ചുകൊണ്ട് ഇടിമുഴക്കം പോലെ ശ്രദ്ധിക്കട്ടെ, സൗഖ്യത്തിനായി ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം. എല്ലാ രോഗങ്ങളും സുഖപ്പെട്ടുകൊണ്ട് ഈ ആരാധനയിലൂടെ അങ്ങയുടെ നാമത്തെ വീണ്ടും വീണ്ടും മഹത്വപ്പെടുത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്വന്തം ചെയ്യുന്ന കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. അമ്മേ, പരിശുദ്ധമ്മേ, ദേവമാതാവേ, എല്ലാ മക്കൾക്കും വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. ഉച്ച മുതൽ ഉള്ളംകാൽ വരെ അങ്ങയുടെ വിശുദ്ധമായ രക്തത്താൽ കഴുകണമെന്ന് പ്രാർത്ഥിക്കുന്ന കോശങ്ങളിലെ രക്തധമനികളിൽ കർത്താവിൻ്റെ രക്തം പടരട്ടെ. കോശങ്ങളിലെ രക്തധമനികളിൽ, സിസ്റ്റുള്ള ഇടങ്ങളിൽ, അതുപോലെ തന്നെ പിസ്റ്റുലുള്ള ഇടങ്ങളിൽ, പിസിഒടി ഉള്ള ഇടങ്ങളിൽ, മുഴകളുള്ള ഇടങ്ങളിൽ കർത്താവിൻ്റെ രക്തം പടരട്ടെ. രക്തം കട്ടപിടിച്ച അവസ്ഥകളെ യേശു ക്രിസ്തു നാമത്തിൽ മെൽട്ടായി പോകട്ടെ. മക്കളില്ലാത്തവർ, ബോധം മറഞ്ഞവരെ, അവർക്ക് തളർന്ന് കിടക്കുന്നവരെ, രോഗി മരുന്ന് ഏൽക്കാത്തവർ, കിടപ്പിലായിപ്പോയിട്ടുള്ളവർ, ഭക്ഷണം കഴിക്കാൻ പറ്റാത്തവർ, വെള്ളം കുടിക്കാൻ പറ്റാത്തവർ, മൂത്രമറിയാതെ പോകുന്നവർ, രക്തമൊഴുകാതെ പോകുന്നവർ, സ്രാവങ്ങളുള്ളവർ,
ചെവിയിൽ നിന്ന് പഴുപ്പ് വരുന്നവർ, നിർത്താത്ത മൂക്കൊലിപ്പുള്ളവർ, ഉച്ച മുതൽ ഉള്ളംകാൽ വരെ കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്താൽ കഴുകപ്പെടട്ടെ. മാരക രോഗങ്ങള്, തീരാവേദികള്, നടുവേദനകള്, കിഡ്നി വേദനകള്, സ്പോണ്ടിലോസിസ് അസുഖങ്ങള്, വളഞ്ഞ നടുവല്ലുകള്, തുളലുകള്, പിഴഞ്ഞ അസ്ഥികള്, ഓപ്പറേഷന് ശേഷം റോഡുകള് അകത്തായി പോയവര്, ഇനി ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുകയില്ലെന്ന് പറഞ്ഞവര്, സിസേറിയൻ കാരണം ഇനി മക്കൾ ഉണ്ടാവത്തില്ലെന്ന് പറഞ്ഞവര്, മക്കളില്ലാത്ത ദമ്പതികള്, യേശുവിന്റെ നാമത്തില്, ഓട്ടിസം രോഗികള്, ഹൈപ്പർ ആക്ടിവിറ്റി കുഞ്ഞുങ്ങള്, മക്കൾ ഇല്ലാത്തവര്, പഠിക്കാൻ പറ്റാത്തവര്, വീട്ടിൽ കലഹം ഉണ്ടാക്കുന്നവര്, മദ്യപാന ആസക്തികള്, മനോരോഗികള്, എപ്പിലെപ്സി രോഗികള്, അപസ്മാര രോഗങ്ങള്, വിട്ടുമാറാത്ത പനികള്, രോഗങ്ങള്, പീഡകള്, ആദികള്, വ്യാധികള്, അസമാധാനങ്ങള് യേശുവിന്റെ നാമത്തില് മാറിപ്പോകട്ടെ. ശ്രദ്ധിക്കട്ടെ. സൗഖ്യം വരേണമേ, എന്നിൽ നിറയണമേ, നാഥാ വരേണമേ, സൗഖ്യം നൽകണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ. എൻ്റെ മക്കളെ, ജീവിത ഭാരങ്ങള്, ജീവിത പ്രാരാബ്ദങ്ങള്, ജീവിത ദുരിതങ്ങള്, ജീവിത സങ്കടങ്ങളുടെ മേൽ ദൈവിക തീരുമാനം ഉണ്ടാകുകയും വിടുതൽ പ്രാപിക്കുകയും ചെയ്യുന്ന സമയമാണ്. ജോലി ഇല്ലാത്തവര്, ജോലി നഷ്ടപ്പെട്ടവര്, വീടില്ലാത്തവര്, വീടിന് വെക്കാൻ സ്ഥലം പോലും ഇല്ലാത്തവര്, സാമ്പത്തികമായ ബാധ്യതകളായി വിഷമിക്കുന്നവര്, ജപ്തി നടപടി നേരിടാൻ പോകുന്നവര്, നടപടിയിൽ ഇരിക്കുന്നവര്, വിവാഹത്തിലെ ബന്ധം പിരിഞ്ഞുകൊണ്ടിരിക്കുന്നവര്, കോടതി കേസ് കിടക്കുന്നവര്, അതുപോലെ തന്നെ കോടതിയിൽ അദാലത്തിന് വിളിച്ചിരിക്കുന്നവര്, ഓരോരോ വിഷയങ്ങൾക്ക് വേണ്ടി കർത്താവിന്റെ തിരുസഭയിൽ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നവർ, പറഞ്ഞാൽ അനുസരിക്കാത്ത മക്കള്, വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന മക്കള്, തോന്നുമ്പോൾ തിരിച്ചു വരുന്ന മക്കള്, അനുസരണ ഇല്ലാത്തവര്, തെറ്റായ പ്രണയത്തിൽ കുടുങ്ങിക്കൊണ്ട് കുടുംബത്തിന് നാശം വിതക്കുന്ന മക്കള്, അന്ധമായ അവസ്ഥകളിൽ കുടുംബത്തിന്റെ കാര്യങ്ങളൊന്നും അന്വേഷിക്കത്തില്ല, മാതാപിതാക്കന്മാർ അന്വേഷിക്കത്തില്ല, മക്കളെ സഹോദരങ്ങൾ അന്വേഷിക്കത്തില്ല, സ്വന്തം കാര്യം മാത്രം നോക്കിക്കൊണ്ട് സ്വന്തം കാര്യത്തിന് വേണ്ടി കുടുംബത്തെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നവരെ, കുടുംബത്തിന്റെ അസുര വിത്തുകൾ എന്ന് പറയുന്ന സന്തതികളെ, അവിടെ മേലെല്ലാം കർത്താവിന്റെ രക്തം പതിക്കട്ടെ. നാമത്തില്, സഭയുടെ അധികാരത്തില്, കുരിശിന്റെ അടയാളത്തില്, ദൈവത്തിന്റെ ശക്തിയാൽ മാരക തടസ്സങ്ങള്, തീരാവേദ്യങ്ങള്, ദുരിതങ്ങള് യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. എന്നിൽ നിറയണമേ, സൗഖ്യം നൽകണമേ, വരേണമേ, എന്നിൽ നിറയണമേ, വരേണമേ, സൗഖ്യം നൽകണമേ. മുട്ട നിൽക്കുക. സമാപന ആശീർവാദമാണ്. കൈകുപ്പി കർത്താവിനോട് സ്വകാര്യമായി പറയാനുള്ള കാര്യങ്ങൾ ഇപ്പോൾ മൗനമായി പറയുക. കർത്താവിനോട് സ്വകാര്യമായി പറയാനുള്ള കാര്യങ്ങൾ ഇപ്പോൾ മൗനമായി പറയുക. ആശീർവാദത്തിൻ്റെ സമയമാണ്. സാക്ഷ്യം പറയാൻ സാധിക്കും ഈ വിഷയത്തിന് വേണ്ടി. ഓൺലൈനിലുള്ളവരും ശ്രദ്ധിക്കുക. ഈ സമയം മൗനമായി പ്രാർത്ഥിക്കേണ്ട സമയമാണ്.
ഒരിക്കൽ കൂടി മരിയൻ ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ദൈവമാതാവിൻ്റെ മധ്യസ്ഥതയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് നമുക്കൊരു നിമിഷം മൗനമായിട്ട് പ്രാർത്ഥിക്കാം. ഈശോയെ, നീ എൻ്റെ രാജ്യം സ്വന്തമാക്കുവാൻ ഞങ്ങൾക്കുള്ളതെല്ലാം സന്തോഷത്തോടെ പോയി വിറ്റ്, അഥവാ സുവിശേഷ വചന പ്രകാരം ഞങ്ങളെ തന്നെ പരിത്യജിച്ച് നീയാകുന്ന സന്തോഷത്തിലേക്ക് വരുവാൻ ഈശോയെ ആരാധനയിലൂടെ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ഈശോയെ, സത്യഹൃദയത്തോടെ നിൻ്റെ കൃപയുടെ സിംഹാസനത്തെ സമീപിക്കുവാൻ, ഏറ്റവും ശുദ്ധമായ മനസ്സോടുകൂടി ഉടമ്പടിയെ പുലുകുവാൻ, ആന്തരികമായ വിശുദ്ധീകരണം ഈശോയെ ഞങ്ങളുടെ ഓരോ മേഖലകളിലും നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ്സ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം. നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ പേര് ഡ്രിൻസി റോസ്. ഞാൻ ഇടുക്കി ജില്ലയിലെ മറയൂരിൽ നിന്നാണ് വരുന്നത്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് 19 ഓഗസ്റ്റ് 2023 പരിശുദ്ധ ദൈവമാതാവ് ഈശോ എനിക്ക് നൽകിയ അനവധി അനുഗ്രഹങ്ങൾക്ക് സാക്ഷ്യം നൽകുന്നതിന് വേണ്ടിയാണ് ഞാനിന്നിവിടെ നിൽക്കുന്നത്. എനിക്ക് നൽകിയ എല്ലാവിധ അനുഗ്രഹങ്ങൾക്കും ആദ്യമേ തന്നെ ഞാൻ നന്ദി പറയുന്നു. എൻ്റെ ആദ്യത്തെ സാക്ഷ്യം, ഞാൻ PG പഠിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ അത്രയും നാൾ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു മെറിറ്റ് എന്ന് പറയുന്നത്, ഞാൻ പഠിക്കുമായിരുന്നു, വെറുതെ തലേദിവസം വായിച്ചിട്ട് പോയാലും എക്സാമിന് പോയി എഴുതി പാസ്സാകുമെന്നൊരു മെറിറ്റ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഉടമ്പടി എടുത്ത് 2ാമത്തെ പുതുക്കൽ കഴിഞ്ഞപ്പോഴായിരുന്നു എൻ്റെ 3ാമത്തെ സെമസ്റ്റർ എക്സാം വരുന്നത്. എക്സാമിന് നല്ലോണം എക്സാം എഴുതി, പക്ഷേ ഇതുവരെ തോൽക്കാത്ത ഞാൻ ആ എക്സാമിലെ ഒരു സബ്ജക്റ്റിന് എനിക്ക് സപ്ലി വന്നു. PGക്ക് എക്സാമിൽ നമ്മൾ ജയിക്കണമെങ്കിൽ നമുക്ക് മൊത്തത്തിൽ 60 മാർക്കാണ് വേണ്ടത്. അപ്പോൾ അതിൽ എനിക്ക് ആകെ ലഭിച്ചത് 49 മാർക്കായിരുന്നു. ഒരുപാട് സങ്കടമായി. അതിനുശേഷം അടുത്ത ഉടമ്പടി പുതുക്കലായപ്പോൾ ഞാൻ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി റിവാലുവേഷൻ കൊടുത്തപ്പോൾ എനിക്ക് 63 മാർക്ക് മാതാവ് നൽകിയതാണ്. എൻ്റെ ഒരു കഴിവുമല്ല, ഞാൻ എഴുതി മേടിച്ചത് പോലുമല്ല, 49 മാർക്കായിരുന്നു. ഉടമ്പടി വെച്ചതിൻ്റെ ഫലമായിട്ട് മാത്രമാണ് എനിക്ക് 63 മാർക്ക് മാതാവ് നൽകിയത്. എൻ്റെ കൂടെ ആ സബ്ജക്റ്റ് എഴുതിയ എൻ്റെ കോളേജിലെ എല്ലാ കുട്ടികളും തോറ്റു. ഞാൻ മാത്രമാണ് റിവാലുവേഷനിൽ പാസ്സായത്. പരിശ്രമയ്ക്ക് ഏറെ നന്ദി പറയുന്നു. അടുത്തെൻ്റെ 2ാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, എനിക്ക് 2 വർഷമായിട്ട് മൈഗ്രെയിൻ ഉണ്ട്. അപ്പോൾ മൈഗ്രെയിൻ എന്ന് പറയുമ്പോൾ നല്ലോണം തലവേദനയും ഛർദിലും ഉണ്ടായിരിക്കും. അപ്പോൾ കോളേജിൽ രാവിലെ പോകും, ഉച്ചയ്ക്ക് ആകുമ്പോഴത്തേനും മൈഗ്രെയിൻ കാരണം തിരിച്ച് വീട്ടിലേക്ക് വരും. അപ്പോൾ ഇങ്ങനെ ആയിക്കഴിഞ്ഞപ്പോഴത്തേനും ആദ്യം മരുന്ന് കഴിച്ചു. മരുന്ന് 1 മാസം കഴിക്കുമ്പോൾ കുഴപ്പമില്ല, കുറവുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ കണ്ടിന്യൂ ചെയ്യണം എന്നുള്ള കാരണം കൊണ്ട് ഞാനത് നിർത്തി. പിന്നെ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. തൈലം പുരട്ടുകയും ഉണ്ടായി. വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി മൈഗ്രെയിൻ പൂർണ്ണമായും മാതാവ് സൗഖ്യപ്പെടുത്തി. അടുത്തത് എൻ്റെ 3ാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, എക്സാമെല്ലാം കഴിഞ്ഞു, ജോലി തേടി നടക്കുകയാണ്. പക്ഷേ കുറേ നാളത്തേക്ക് ജോലി ഉണ്ടായില്ല. കുറേ സ്ഥലത്ത് നോക്കി, പക്ഷേ എക്സ്പീരിയൻസ് ഇല്ല. പഠിച്ചിറങ്ങിയതുകൊണ്ട് എക്സ്പീരിയൻസ് ഇല്ല നമുക്ക്. അപ്പോൾ അത് എനിക്ക് ടീച്ചിങ് ആയിരുന്നു ഇഷ്ടം. അപ്പോൾ കുറേ സ്ഥലത്ത് നോക്കി. അപ്പോൾ BEd വേണം ടീച്ചിങ്ങിന്, നമ്മൾ സ്കൂളിൽ പഠിപ്പിക്കണമെങ്കിൽ പോലും. അപ്പോൾ ഞാൻ പഠിച്ച സ്കൂൾ ഒരു CBSE സ്കൂളായിരുന്നു. എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്. അപ്പോൾ അവിടെ പോയി ചോദിച്ചു. അപ്പോൾ സിസ്റ്റർ സമ്മതിക്കുകയുണ്ടായി. അപ്പോൾ അങ്ങനെ ഞാൻ അവിടെ തന്നെ ജോലിക്ക് കയറി. ഞാൻ പഠിച്ച സ്കൂളിൽ തന്നെ ജോലിക്ക് കയറണമെന്നത് ദൈവനിശ്ചയമായിരിക്കാം. ഈ 3 അനുഗ്രഹങ്ങൾ നൽകിയ പരിശുദ്ധ ദൈവമാതാവിനും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. അടുത്തത് എൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ കാര്യം. പ്രാർത്ഥിക്കും, പള്ളിയിൽ പോകും, വലിയ ആത്മീയത ഉണ്ടായിരുന്നില്ല, വിശ്വാസമുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം എല്ലാ ദിവസവും രാവിലെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുകയും 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കുകയും ഉടമ്പടി ധ്യാനങ്ങൾ കൂടുകയും അത് ഷെയർ ചെയ്യുകയും ചെയ്യുമായിരുന്നു. പിന്നെ ഞാൻ ചെയ്യുന്ന കാരുണ്യ പ്രവൃത്തികൾ ഞാനും അമ്മയും കൂടി ചേർന്ന് വീടിൻ്റെ അടുത്തുള്ള ഒരു മാനസിക വൈകല്യമുള്ള ആൾക്കാരുടെ ഒരു ട്രസ്റ്റ് ഉണ്ട്. അപ്പോൾ ട്രസ്റ്റിൽ പോയി അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിക്കൊടുക്കുമായിരുന്നു. പിന്നെ 1/2 മണിക്കൂർ ബൈബിൾ വായനയുണ്ട്. അച്ഛൻ്റെ ധ്യാനമൊക്കെ ഷെയർ ചെയ്യുമായിരുന്നു. എൻ്റെ കൂട്ടുകാരോട് എല്ലാവരോടും പറയും, മാതാവിനെക്കുറിച്ച് ഇവിടെ കൃപാസനം പള്ളിയുണ്ട്, ഞാനിവിടെ പള്ളിയിൽ പോകാറുണ്ട്, മാതാവ് ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകുമെന്ന് കൂട്ടുകാരോട് ഞാൻ പറയുകയുണ്ടായി.
ഇതുവരെ എനിക്ക് നൽകിയ എല്ലാവിധ ചെറിയതും വലുതുമായ എല്ലാ അനുഗ്രഹങ്ങൾക്കും പരിശുദ്ധ മാതാവിനും തിരുക്കുമാരനും ഏറെ നന്ദി പറയുന്നു. ഗലാത്യർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം 24-25 തിരുവചനങ്ങൾ. യേശുക്രിസ്തുവിനുള്ളവർ തങ്ങളുടെ ജഡത്തെ അതിൻ്റെ വികാരങ്ങളോടും മോഹങ്ങളോടും കൂടെ ക്രൂശിച്ചിരിക്കുന്നു. നമ്മൾ ആത്മാവിലാണ് ജീവിക്കുന്നതെങ്കിൽ നമുക്ക് ആത്മാവിൽ വ്യാപരിക്കാം. ഡ്രിൻസി റോസ് എന്ന ഈ മകൾ ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച 3 ദൈവാനുഗ്രഹങ്ങളെ അമ്മയുടെ തിരുനടയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ്. മകൾ ആദ്യം സൂചിപ്പിച്ചത് അന്ന് വരെ തോൽക്കാതെ പഠിച്ചു വന്ന മകൾ PGയുടെ 3-ാം സെമസ്റ്ററിൽ ഒരു വിഷയം തോറ്റപ്പോൾ അമ്മയുടെ തിരുനടയിൽ പ്രത്യേകമായിട്ട് അത് ഉടമ്പടിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും അതിൻ്റെ റിവാലുവേഷന് നൽകുമ്പോൾ കൂടെയുള്ള മറ്റ് ആർക്കും വിജയം ലഭിക്കാതിരിക്കുകയും മകൾ മാത്രം 49-ൽ നിന്ന് 63 മാർക്കോടുകൂടി നല്ല വിജയം നേടുവാൻ അമ്മ മാതാവ് സഹായിച്ചതിനെയാണ് നന്ദിപൂർവ്വം അനുസ്മരിച്ച് സാക്ഷ്യപ്പെടുത്തിയത്. രണ്ടാമത്തത് മൈഗ്രെയിൻ എന്ന രോഗം വർഷങ്ങളായി മകളെ അലട്ടുന്നതും ഏറെ ക്ലേശിപ്പിക്കുന്നതും അമ്മ മാതാവിൻ്റെ ഉടമ്പടി എടുത്ത് ഉടമ്പടി തൈലം പൂശി പ്രാർത്ഥിച്ച് അമ്മയുടെ കരങ്ങളിൽ ഇതിൻ്റെ വലിയ ക്ലേശങ്ങളിൽ നിന്ന് വിടുതലിന് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ മകൾക്ക് ലഭിച്ച രോഗസൗഖ്യം പിന്നീട് ഇന്നുവരെയും മകൾക്ക് വരാത്തതിനെയാണ് സൂചിപ്പിച്ചത്. മൂന്നാമത്തത് ഒരു ജോലിക്ക് വേണ്ടി മകൾ ആഗ്രഹിച്ച് അന്വേഷിക്കുമ്പോൾ എക്സ്പീരിയൻസ് ഇല്ലാത്തത് കൊണ്ട് എല്ലാവരും നിരസിക്കുന്ന സമയത്ത് പഠിച്ച വിദ്യാലയത്തിൽ തന്നെ മകൾക്ക് ജോലിക്കുള്ള വഴികൾ തുറന്നു കിട്ടുകയും ജോലിയിൽ പ്രവേശിച്ചതിനെ നന്ദിയോടുകൂടി എൽത്താരയിൽ സാക്ഷ്യപ്പെടുത്തുന്നു. മകളുടെ ഓരോ സാക്ഷ്യത്തിൻ്റെ വിവരണത്തിലും നമ്മൾ കേൾക്കുക മകളുടെ ആത്മീയ ജീവിതത്തിൽ വന്ന വ്യത്യാസത്തെയാണ്. ഒരു സാധാരണ വിശ്വാസി മാമോദീസ സ്വീകരിച്ചത് കൊണ്ടുള്ള വിശ്വാസത്തെ ഉടമ്പടി ജീവിതം തെച്ചു മിനുക്കി കുറേ കൂടി ബലമുള്ള ആത്മധൈര്യമുള്ള കാര്യങ്ങൾ അറിയുന്ന ജീവിക്കുവാൻ ബലപ്പെടുത്തുന്ന ഒരു ആന്തരികതയുള്ള വ്യക്തിയായി ആത്മീയതയുള്ള വ്യക്തിയായി മകളെ വളർത്തി എന്നതാണ് മകൾ വാക്കുകളിലൂടെ സാക്ഷ്യപ്പെടുത്തുന്നത്. ഉടമ്പടി ജീവിതം നമ്മളെ എപ്പോഴും ആത്മീയ തലത്തിൽ നന്നായിട്ട് മാറ്റുന്നുണ്ട്. അത് ജഡിക വികാരങ്ങളിൽ നിന്നും നമുക്ക് വിടുതൽ നൽകുന്നു. നമ്മുടെ ആത്മീയ അന്വേഷണങ്ങൾക്ക് എപ്പോഴും നമുക്ക് പ്രചോദനം നൽകുന്നു. മറ്റുള്ളവർക്ക് ദൈവനാമത്തെ പ്രതി നല്ലത് ചെയ്യുവാൻ നമ്മുടെ ജീവിതത്തെ എപ്പോഴും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഉടമ്പടിയിലായിരിക്കുക എന്നതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ ഉടമസ്ഥതയിലായിരിക്കുക എന്നുകൂടിയാണ്. നമ്മൾ ദൈവത്തിൻ്റെ ഉടമസ്ഥതയിലായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ദൈവത്തിന് ഇടപെടുവാൻ പറ്റുന്ന രീതിയിൽ ഒരു വിശുദ്ധിയുള്ള ഒരു വിശ്വസ്തതയുള്ള ജീവിതം നമ്മൾ നയിക്കുകയും ചെയ്യുന്നു. പ്രിയമുള്ളവരെ, ഉടമ്പടിയിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്ക് കാര്യമായൊരു വ്യത്യാസം നമ്മുടെ ജീവിതത്തിലും മനോഭാവത്തിലും അതുകൊണ്ട് തന്നെ സ്വഭാവേന വന്ന് ഭവിക്കാറുണ്ട്. അത് ദൈവത്തെ ഓൺ ചെയ്യുന്നൊരു ജീവിത രീതി നമുക്ക് വളർന്നു വരും. നമ്മൾ ലോക വിഷയങ്ങളിൽ നിന്ന് ദൈവിക കാര്യങ്ങളിലേക്ക് താല്പര്യമുള്ള വ്യക്തികളായി മാറിക്കൊണ്ടിരിക്കും. നമ്മൾ വെറുപ്പിൻ്റെ, വിദ്വേഷത്തിൻ്റെ, കലഹത്തിൻ്റെ എല്ലാ പാപാവസ്ഥകളിൽ നിന്നും പിന്മാറിക്കൊണ്ട് കരുണയുടെ, സ്നേഹത്തിൻ്റെ, ക്ഷമയുടെ, ആത്മസംയമനത്തിൻ്റെ, അനുരഞ്ജനത്തിൻ്റെ പുതിയ വഴികളിലൂടെ ജീവിതത്തെ എപ്പോഴും വളർത്തിക്കൊണ്ടുവരുവാൻ പരിശ്രമിക്കുകയും ചെയ്യും. നാം ദൈവസന്നിധിയിൽ നടത്തുന്ന ത്യാഗപൂർണമായ വിശ്വസ്തതയുള്ള ഈ ഒരു തീർത്ഥാടനം, ഈ ഒരു മാറ്റത്തിന് വേണ്ടിയുള്ള പരിശ്രമമാണ് നമ്മുടെ ഉടമ്പടി ജീവിതത്തെ വേഗത്തിൽ ആക്ടിവേറ്റ് ചെയ്യുന്നത്. അത് കാരുണ്യ പ്രവൃത്തികളിലൂടെയും സുവിശേഷ പ്രവർത്തനത്തിലൂടെയും നമ്മുടെ ഈ ആത്മീയ ജീവിതത്തെ ബലപ്പെടുത്തുമ്പോൾ നാം വയ്ക്കുന്ന നിയോഗങ്ങൾ അമ്മ മാതാവിലൂടെ ഈശോ നമുക്ക് വേഗം അനുവദിച്ചു തരുന്നു. അതൊരുപക്ഷെ മറ്റെല്ലാവരും കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒറ്റയ്ക്കുള്ള വിജയമാവാം. മറ്റെല്ലാവരും തഴയപ്പെടുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ജോലിയാവാം. മറ്റെല്ലാവരും മാറ്റി നിർത്തപ്പെടുമ്പോൾ നമ്മളെ തിരഞ്ഞെടുത്തുകൊണ്ട് ചില ഇടങ്ങളിൽ ദൈവം ഉയർത്തുന്ന നടപടികളാവാം. അതുകൊണ്ട് ഉടമ്പടിയിൽ എത്ര കണ്ട് ഉറച്ചു നാം ജീവിക്കുന്നുവോ ഉടമ്പടി നമ്മുടെ ജീവിതത്തെ ലോകത്തിലും ദൈവസന്നിധിയിലും ഉറപ്പിച്ചു നിർത്തുവാൻ സഹായിച്ചു കൊണ്ടിരിക്കും. ഈ മകൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട്